ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ രാത്രിയുടെ വേളയിൽ നമുക്കെല്ലാവർക്കും ഈ നിലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരിപ്പാൻ കർത്താവ് ഒരവസരം കൂടെ തന്നല്ലോ. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളിലൊക്കെയും നമ്മൾ ദൈവവചനം അതിൻ്റെ ആഴങ്ങളിലോട്ട് കടന്നു എന്ന് പഠിച്ചു വരികയായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാനാക്കി തീർത്തു. നമുക്ക് പ്രയാസമുള്ളതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളായിരിക്കുന്ന അനേക ഭാഗങ്ങൾ നാം ഇതിനകം ചിന്തിച്ചു കഴിഞ്ഞു. അതൊക്കെ നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് അറിവ് വർദ്ധിക്കുന്ന വിഷയങ്ങളാക്കി ദൈവം തീർക്കുന്നു. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരാൾക്ക് ശബ്ദോയർത്തി വായിക്കാം. 1 പത്രോസ് 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു ജഡത്തിൽ കഷ്ടത അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും അതേ മനോഭാവം തന്നെ ആയുധമായി ധരിക്കുവിൻ. ശാരീരികമായി കഷ്ടത അനുഭവിച്ചവൻ ശരീരത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കുത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് വിജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അവരുടെ ദുർനടപ്പിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചുപോയവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവിൽ ദൈവഹിതാനുസരണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. നാം വായിച്ച ഈ പരിഭാഷ വളരെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു പരിഭാഷയാണ്. ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് ആ പരിഭാഷയിൽ കാണുവാൻ കഴിയും. നമുക്ക് ഈ വായിച്ച ഭാഗത്തിൻ്റെ ഓരോ വാക്യങ്ങളിലോട്ടൊന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ ലളിതമായിട്ടുള്ള വിഷയങ്ങളാണ് പത്രോസിലൂടെ കൈകാര്യം ചെയ്യുന്നത്. വലിയ ഗഹനമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ 1-2 ഭാഗങ്ങളിൽ ചെറിയ രീതിയിലായിരിക്കുന്ന വിശദീകരണത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ ഈ ഭാഗം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അധികം സമയം ഞാൻ എടുക്കുകയില്ല. വളരെ വേഗം തന്നെ ഞാൻ ഈ ഭാഗം നിങ്ങളോട് പങ്കുവച്ചിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് പത്രോസ് 1-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ആ പരിഭാഷ എങ്ങനെ? ക്രിസ്തു ജഡത്തിൽ കഷ്ടത അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും അതേ മനോഭാവം തന്നെ ആയുധമായി ധരിക്കും. ഓക്കെ, അതേ മനോഭാവം, കഷ്ടത അനുഭവിച്ചുകൊണ്ട് അതേ മനോഭാവം തന്നെ നിങ്ങളും ആചരിപ്പീൻ, അത് ആയുധമായി ധരിപ്പീൻ എന്ന് പറയുക. ഈ 1-ാം വാക്യം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. അതുമായിട്ട് വളരെ ബന്ധമുണ്ട്. 3:18 നാം വായിക്കുന്ന ഇപ്രകാരമാണ്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം ചേർന്ന് കിടക്കുകയാണ്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടത അല്ലെങ്കിൽ കഷ്ടം അനുഭവിച്ചതിൻ്റെ പ്രത്യേകതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാം 18-ാം വാക്യത്തിൽ വായിച്ചത്, അവൻ നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയുടെ ഒരു പ്രത്യേകത, അവൻ നീതിമാനായിരിക്കെ നീതി കെട്ടവർക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. 2, ക്രിസ്തു ജഡത്തിൽ മരണശിക്ഷയും അനുഭവിച്ചു. അപ്പോൾ ശാരീരികമായിട്ട് നോക്കുമ്പോൾ നീതി കെട്ടവരാൽ കഷ്ടതയും അനുഭവിച്ചു. കഷ്ടത എന്ന് പറയുമ്പോൾ അപമാനവും നിന്നയൊക്കെ അനുഭവിച്ചു. അതേ സമയത്ത് തന്നെ അവസാനമായി മരണശിക്ഷയും അനുഭവിച്ചു. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ കഷ്ടതയുടെ 2 ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്,
ആ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. അഥവാ ക്രിസ്തുവിൻ്റെ അനുയായികളായ നിങ്ങൾക്കും ഇതേ മനസ്സ് ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ്. ക്രിസ്തു അതിനെ ഏത് നിലയിലാണ് സമീപിച്ചത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട വിഷയം. ഉപദ്രവങ്ങളും കഷ്ടങ്ങളും മരണവുമൊക്കെ കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് പത്രോസ് കൂടെ എടുത്ത് കാണിക്കുകയാണ്. ഇപ്പോൾ നാം ഈ ഭാഗം പഠിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാതിരിക്കുന്ന ചിത്രം, പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ വിശ്വാസികൾ പലയിടത്തായിട്ട് ചിതറിപ്പാർക്കുക, ഉപദ്രവങ്ങൾ ഏറ്റുകൊണ്ട് അവർ ചിതറിപ്പാർക്കുക. ഉപദ്രവം എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാത്രമല്ല, മാനസികമായിട്ടുള്ള നിന്ന, പരിഹാസം, ദുഷിക്കുക, അവരെ അകറ്റി നിർത്തുക ഇത്യാദി വിഷയങ്ങളെല്ലാം ഇവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ചില വിശ്വാസികൾ വിശ്വാസത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്, രക്തസാക്ഷികളായിത്തീർന്നിട്ടുണ്ട്. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വിവിധങ്ങളായ നിലകളിൽ കഷ്ടത സഹിച്ചു പോകുന്ന ഒരു വിശ്വാസ സമൂഹത്തെയാണ് പത്രോസ് ഇവിടെ അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ കഷ്ടങ്ങളിലൂടെയും ഉപദ്രവങ്ങൾ കൂടെയും കടന്നു പോകുന്നു. ഈ സന്ദർഭത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ഈ വിഷയങ്ങൾ കടന്നു പോകുമ്പോൾ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഓർത്തിരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തു എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കഷ്ടങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്, അതേ മനോഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഇവിടെ പത്രോസ് ഓർപ്പിക്കുകയാണ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളും വിശ്വാസികളുടെ കഷ്ടങ്ങളും തമ്മിലൊരു താരതമ്യം നടത്തുകയാണ് പത്രോസ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ പ്രത്യേകത, യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി അഭക്തന്മാരുടെ കൈകളാൽ കഷ്ടം അനുഭവിച്ചു. അതായത് യേശുക്രിസ്തു നീതിമാനായിരിക്കെ നീതി കെട്ടവരാൽ അഥവാ നീതി കെട്ടവർക്ക് വേണ്ടി, വ്യക്തമായി പറയുകയാണെങ്കിൽ നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി അഭക്തന്മാരുടെ കൈകളാൽ ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. അഭക്തന്മാരുടെ കൈകളാൽ മരണവും ഏറ്റുവാങ്ങി. ഇനിയും വിശ്വാസികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വിശ്വാസികൾ നീതിമാന്മാരായി ക്രിസ്തുവിൻ്റെ നാമത്തിനായി അഥവാ ക്രിസ്തുവിന് വേണ്ടി അഭക്തന്മാരുടെ കൈകളാൽ കഷ്ടം അനുഭവിക്കുകയും ചെയ്യുന്നു, മരണം അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ പത്രോസ് ഒന്ന് കമ്പയർ ചെയ്യുക. ക്രിസ്തു എങ്ങനെയാണ് കഷ്ടം സഹിച്ചത്? ക്രിസ്തു നീതിമാനായിരിക്കെ നീതി കെട്ടവർക്ക് വേണ്ടി കർത്താവ് മരിക്കുന്നു. വിശ്വാസികളും നീതിമാന്മാരായിരിക്കെ ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി അഭക്തന്മാരാൽ നിന്നയും ഉപദ്രവവും മരണവുമൊക്കെ ആസ്വദിക്കുന്നു. ഇത് രണ്ടും കൂടെ പത്രോസ് ഒന്ന് ഇവിടെ കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ പത്രോസ് ചെയ്യുന്നത് രണ്ട് ചോയ്സ് നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുക. രണ്ട് ചോയ്സാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, നമ്മുടെ ചുറ്റുമുള്ള അവിശ്വാസികളെ പോലെ പാപത്തിൽ മുഴുകി പാപത്തിൽ സന്തോഷിച്ച് അതിൽ ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യരെ പോലെ ജീവിക്കുകയാണെങ്കിൽ ഉപദ്രവവും ഏൽക്കേണ്ടി വരികയില്ല, പീഡനവും സഹിക്കേണ്ടി വരികയില്ല. രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുമ്പോൾ പാപത്തോട് എന്നേക്കുമായി വിട പറഞ്ഞിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിൻ്റെ നിന്ന സഹിച്ചുകൊണ്ട് ഒരു ദൈവഭക്തനായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഉപദ്രവങ്ങളും കഷ്ടതയും നിന്ദയും അവമാനവും പരിഹാസവും ഏൽക്കേണ്ടി വരും. ഇപ്പോൾ രണ്ട് ചോയ്സ് ആകുമ്പോഴുള്ളത്, ഒന്നുകിൽ ഒരു പാപിയെപ്പോലെ ജീവിച്ചാൽ യാതൊരു പ്രശ്നവും നമുക്കുണ്ടാവുകയില്ല. ഒരു വിശുദ്ധനായി ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ക്രിസ്തു അനുഭവിച്ചതുപോലെയുള്ളായിരിക്കുന്ന കഷ്ടതകളിൽ കൂടി നാമും കടന്നുകൊണ്ടായിട്ട് വരും.
അപ്പോൾ പത്രോസ് ഈ രണ്ട് വിഷയങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ പത്രോസിൻ്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ശരീരത്തിൽ ഉപദ്രവമേറ്റു, അതേമാതിരി തന്നെ വിശ്വാസിയും ശരീരത്തിൽ ഉപദ്രവം ഏൽക്കേണ്ടതായിട്ട് വരും. ഏൽക്കണമെന്നല്ല, ഒരു പക്ഷെങ്കിൽ നിങ്ങളും ഏൽക്കേണ്ടതായിട്ട് വന്നേക്കാം. അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് എഴുതുമ്പോൾ തീമോഥെയോസിനോട് പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ അനുഭവങ്ങളാണ്. ഇതില്ലാത്തൊരനുഭവം വിശ്വാസ ജീവിക്കുണ്ടാവുകയില്ല. ഇതെല്ലാം അനുഭവത്തിൽ കടന്നു പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടായിരിക്കുന്ന വിഷയം നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് നാം ഈ ഭാഗത്ത് ചിന്തിക്കണം. എങ്ങനെയാണ് നമുക്ക് ഈ ആത്മീയ അവസ്ഥയിലോട്ട് കടക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് എന്ന് ചിന്തിക്കണം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്കുകൾ നാം പഠിച്ചു വരുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, നാം എല്ലാവരും ആത്മസ്നാനത്തിലൂടെ കർത്താവിൻ്റെ മക്കളായി തീരുകയാണ്. ആത്മസ്നാനം സംഭവിക്കുമ്പോൾ നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും ആയിത്തീരും. ഒരുവൻ ഒരു ദൈവഭക്തനായി ദൈവമകനായി ദൈവമകളായി തീരുക എന്ന് പറയുമ്പോൾ ഒരു പ്രക്രിയ നമ്മൾ നടക്കണം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ്. അത് ബാഹ്യമായ പ്രകടനങ്ങൾ കൂടിയല്ല, ആന്തരികമായി നടക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിന് ബാഹ്യമായ തെളിവുകളോ ബാഹ്യമായ അടയാളങ്ങളോ ഒന്നുമില്ല. നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു പ്രവൃത്തി. അതെന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി എപ്പോൾ ഹൃദയം തുറന്നു കൊടുക്കുന്നുവോ ആ മാത്രമേ അതേ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പരിശുദ്ധാത്മാവിനെ സ്നാനം കഴിപ്പിച്ച് ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർക്കും. അപ്പോൾ ആ പരിശുദ്ധാത്മ സ്നാനം നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പറയുവാൻ എളുപ്പമുണ്ട്. പക്ഷേ അവിടെ എന്താ നടക്കുന്നത്? ആത്മസ്നാനത്തിലൂടെ നടക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയോട് നാം ചേരും. എന്നിവയോട് നാം ചേരുക. ചേർന്നിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് നാം ജലസ്നാനത്തിൽ കൂടി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ജലസ്നാനം എന്താണ്? കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. പത്രോസ് പറയുകയുണ്ടായി, നോഹയുടെ ചരിത്രവും സഭയിൽ നടക്കുന്ന ജലസ്നാനവും തമ്മിൽ താരതമ്യം ചെയ്തു. എന്നിട്ട് പത്രോസ് പറയുകയാണ്, സ്നാനം ഇപ്പോൾ അഴുക്ക് കഴുകി കളയാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ദൈവത്തോടുള്ളായിരിക്കുന്ന ശുദ്ധമായ മനസ്സാക്ഷി ഉണ്ടാകുവാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഈ സ്നാനം, ആത്മസ്നാനം നമ്മൾ നടക്കുമ്പോൾ നാം ഓൾറെഡി കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞു, ക്രിസ്തുവിലായി കഴിഞ്ഞു, സേഫ് സോണിൽ നാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് പൊതുലോകത്തിന് അറിഞ്ഞുകൂടാ, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ സഭയിൽ കൂടിയിരുന്ന പ്രിയപ്പെട്ടവർക്ക് അറിഞ്ഞുകൂടാ, കുടുംബക്കാർക്ക് അറിഞ്ഞുകൂടാ, ദേശവാസികൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു എന്നുള്ളത് നാമും ക്രിസ്തുവും തമ്മിലായിരിക്കുന്ന ഒരു ബന്ധമാണ്. ഈ ബന്ധത്തെപ്പറ്റി ഡീറ്റെയിൽ അവർക്കാർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആണ് പബ്ലിക്കിൻ്റെ മുമ്പാകെ ഞാൻ ദൈവമകനായി തീർന്നിരിക്കുന്ന വസ്തുത നാം പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് വിളിച്ചു പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തോട് നാമും ഏകീഭവിക്കുന്നു എന്നുള്ള വസ്തുത പ്രഖ്യാപിക്കുക. അപ്പോൾ ഇവിടെ നാം ആത്മസ്നാനമേറ്റപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർന്ന് കഴിഞ്ഞു. അവനൊരു കഷ്ടാനുഭവം ചേർന്ന് കഴിഞ്ഞാൽ അത് പങ്കാളിയായി കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് പത്രോസ് പറയുന്നത്, ക്രിസ്തുവിനുണ്ടായ അതേ അനുഭവങ്ങളും നിങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? കാരണം ക്രിസ്തുവിനോട് നാം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു അനുഭവിച്ചതുപോലെയുള്ള ആയിരിക്കുന്ന ഉപദ്രവങ്ങളും നിന്ദയും
അതുപോലെ ഒരുപക്ഷെ മരണവും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതിൻ്റെ കാരണം നാം ഓൾറെഡി ക്രിസ്തുവിലായിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിക്കും. അപ്പോൾ അങ്ങനെ ക്രിസ്തു സഹിച്ചത് കൊണ്ട് ഇതേ അനുഭവത്തിൽ കൂടെ നമ്മും പോകാനായിട്ട് വിശ്വാസികളെ പത്രോസ് പറയിപ്പിക്കുക, നിങ്ങൾക്കും ഈ വിധത്തിലായിരിക്കുന്ന ഉപദ്രവവും സഹിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ഇതിനകം നിങ്ങളുടെ ഇടയിൽ ധാരാളം പേര് രക്തസാക്ഷികളായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ധാരാളം പേര് കൊല്ലപ്പെടുവാൻ പോവുകയാണ്. കാരണം ക്രിസ്തുവിനോട് നിങ്ങൾ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇത്തരത്തിലായിരിക്കുന്ന കഷ്ടതകളും ഉപദ്രവങ്ങളും നിന്ദയും പരിഹാസവും ക്രിസ്തു സഹിച്ചതുപോലെയുള്ളായിരിക്കുന്ന വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ കൂടി നാം കടന്നു പോകുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ നാം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലോട്ട് കയറുക. നാം താണു പോവുകയല്ല, നാം തളർന്നു പോവുകയല്ല, മറിച്ച് വിശുദ്ധിയുടെ ഒരു ചുവടും കൂടി നാം ചവിട്ടി കയറുക. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലോട്ട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കഷ്ടതയും അതിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയോട്ട് അടുത്ത ഘട്ടങ്ങളോട് നാം പ്രവേശിച്ച് മുന്നേറുകയാണ്. അപ്പോൾ ഒരാൾ ക്രിസ്തുവിലാകുമ്പോൾ അവൻ ഒരു വിശുദ്ധമായ ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടി അവൻ ശ്രമിക്കും. ചിലതിനോടൊക്കെ എന്നേക്കുമായി വിട പറയുവാനിടയായിത്തീരും. ഒരുപാട് പഴയ ജീവിത അനുഭവങ്ങളുണ്ട്. അതിനെ താലോലിച്ച്, അതിൽ സന്തോഷിച്ച്, അതിൽ രസിച്ച്, അതിൽ ആനന്ദിച്ച് ജീവിച്ച ചരിത്രമാണ് വ്യക്തിക്കുണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്ന് ക്രിസ്തുവിലായി കഴിയുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ആ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നാം അറിയാതെ തന്നെ ചില മാറ്റങ്ങൾ കൂടി കടന്നു പോവുകയാണ്. ദൈവവചനം കൂടുതലായി അറിയുകയും ദൈവമക്കളുമായി കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ വീണ്ടും നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലോട്ട് കടക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ആ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് അത് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ പറഞ്ഞ ആത്മാവിൻ്റെ സ്നാനം നമ്മുടെ ജീവിതത്തിൽ നടന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നാം സ്നാനം ഏറ്റ സഭയോട് ചേർന്നുവെങ്കിൽ, അത് വാസ്തവമാണെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ നടന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളെ പാപങ്ങളിൽ ആനന്ദിക്കുകയും അതിനകത്ത് ആസ്വദിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവർ അത് തുടരാതെ അതിനോട് എന്നേക്കുമായി വിട പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിൻ്റെ ഉടമകളായി തീരണം എന്ന് പത്രോസിലൂടെ ഓർപ്പിക്കുക. വളരെ വ്യക്തമായിട്ട് പത്രോസിൽ ഓർപ്പിക്കുക. അതുകൊണ്ട് വിട പറയേണ്ടതിന് എന്നേക്കുമായി വിട പറയണം. ഒരു പുതിയ ജീവിത വഴിത്താരയിൽ കൂടി സഞ്ചരിക്കണം എന്നാണ് പത്രോസ് ഇവിടെ വിശ്വാസത്തെ ഓർപ്പിക്കുന്നത്. രണ്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ഇപ്പം കൂടെ വ്യക്തമായിട്ട് ഇവിടെ പത്രോസ് പറയുകയാണ്, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടത് എന്ന് ഓർപ്പിക്കുന്നു. നമുക്കിവിടെ ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്, വിശ്വാസികളുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ, ആത്മീയ യാത്രയിൽ മറ്റുള്ളവരുടെ മോഹങ്ങൾക്കനുസരിച്ചല്ല ഇനി യാത്ര തുടരേണ്ടത്. ഇതുവരെയും മറ്റുള്ളവർ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി. ഒരുപാട് ആൾക്കാർ നമ്മെ ഇങ്ങനെ പല രീതിയിൽ കൊണ്ടുപോയി. അവർ നമ്മെ വളരെ സ്വാധീനിച്ചു. എന്നാൽ ഇനിയുള്ള കാലങ്ങളിൽ മറ്റുള്ളവരുടെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കണം എന്ന് ഓർപ്പിക്കുക. ദൈവം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? നമ്മെ രക്ഷിച്ചപ്പോൾ, നമ്മെ ദൈവമക്കളാക്കി തീർത്തപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് അവൻ നമ്മെ രക്ഷിച്ചത്. നമ്മെക്കുറിച്ച് വലിയ വലിയ ഉദ്ദേശങ്ങളുണ്ട്.
വിളിക്കുന്ന ഓരോ ദൈവമക്കളെ പറ്റി ദൈവത്തിന് വ്യത്യസ്തമായിരിക്കുന്ന ഉദ്ദേശമുണ്ട്. അത് സാധിച്ചേ മതിയാകുകയുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കണം എന്നിവിടെ ഓർപ്പിക്കുകയാണ്. അവിശ്വാസികളെപ്പോലെ പാപത്തിൽ സന്തോഷിച്ച് മുന്നോട്ട് പോവുകയല്ല, മറിച്ച് വിശ്വാസിയായിട്ട് കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അതായത് വിശ്വാസത്തിൻ്റെ പേരിലുള്ളായിരിക്കുന്ന കഷ്ടതകൾ അഭിമുഖീകരിക്കുമ്പോൾ നാം ഒരു നിമിഷം ചിന്തിക്കേണ്ട വിഷയം, ഇതൊക്കെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായി തീരുമെന്ന് ചിന്തിക്കുക. അപ്പോൾ ദോഷത്തിനായിട്ടല്ല ഇത് തീരുന്നത്. ഏതെല്ലാം ജീവിത അനുഭവങ്ങൾ കൂടി കടന്നുപോയാലും അവസാനം അത് നന്മയ്ക്കായി തീരും എന്ന് ഓർപ്പിക്കുക. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വാക്യമാണല്ലോ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? വ്യക്തമായി പറയുന്ന വിഷയം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അപ്പോൾ ബാഹ്യമായിട്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളായാലും അല്ലാതെയുള്ള ആന്തരികമായ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളായാലും അതിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് അത് ഒരിക്കലും ദോഷത്തിന് കാരണമായി തീരുകയില്ല. അവസാനം അതിൽ നന്മയ്ക്കായി കൂടി മാത്രമേ വ്യാപരിക്കൂ. അപ്പോൾ ദൈവത്തിലായിരിക്കുന്ന സ്നേഹവും ഭക്തിയും നമ്മുടെ വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമായിരിക്കണം. അപ്പോൾ ഇനി പറയുകയാണ്, ജഡത്തിൽ കഷ്ടമനുഭവിച്ചവരായ നിങ്ങൾ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം, അഥവാ എത്ര കാലങ്ങൾ ഈ ഭൂമിയിൽ ഈ ജഡത്തിൽ ഇവിടെ പാർക്കുന്നുവോ അത്രയും കാലം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ലൗകികമായ ചിന്തകളും താല്പര്യങ്ങളും എല്ലാം നമുക്കെല്ലാവർക്കും ഉണ്ട്. മനുഷ്യരായിരിക്കുന്നുണ്ട്, ഒരുപാട് ലൗകിക ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുക ദൈവത്തിൻ്റെ കൃപയാണ്. അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉള്ളായിരിക്കുന്ന ഏക പോംവഴി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി സമയം മുഴുകാതെ, അതിനോട് ഒത്തിരി താല്പര്യം പ്രകടിപ്പിക്കാതെ, ഞാൻ ആരാണ് എന്ന് വാദിക്കുന്ന ഒരു വസ്തുത തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് അത് മുമ്പോട്ട് യാത്ര ചെയ്യുക എന്നല്ലാതെ വേറെ നമുക്ക് പോംവഴികളൊന്നും തന്നെയില്ല. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ ആരാണ് എന്നുള്ളായിരിക്കുന്ന തിരിച്ചറിവ്. പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതെല്ലാം മനുഷ്യരിലുണ്ടാകുന്ന അനുഭവങ്ങളാണ്. ഇത് കടന്നു വരുമ്പോൾ ഒരു നിമിഷം നിന്ന് ചിന്തിക്കേണ്ട വിഷയം ഞാൻ ആരാണ് എന്ന് വാദിക്കുന്ന വസ്തുതയാണ്. അപ്പോൾ ഇതിനെ ഇഷ്ടപ്പെട്ട് ഒന്നിഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെയും അതിനോട് ചേർന്നുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ ഫേസ്ബുക്കിലെ ഒരു ട്രെൻഡെന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയത്തെ നോക്കുമ്പോൾ അതിൽ നാം ഇൻട്രസ്റ്റഡ് ആണ് എന്ന് തോന്നുമ്പോൾ പിന്നെ അതിനോടനുബന്ധിച്ച് പിന്നെ ഒരുപാട് വിഷയങ്ങളിങ്ങനെ കയറി വരും. അപ്പോൾ ഇതെനിക്ക് ദോഷമായിട്ടാണ് ഭവിക്കുന്നതെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ നമുക്കൊന്നും ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ സമയങ്ങൾ അത് അപഹരിച്ചുകൊണ്ട് നമ്മെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു വിഷമം പിടിച്ചാലിക്കുന്ന ഘട്ടങ്ങളിലോട്ടാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പത്രോസ് ഓർപ്പിക്കുന്നത്, ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്ന നിങ്ങൾ ജഡത്തിൽ എത്രയോ കാലം ഇവിടെ ജീവിച്ചിരിക്കുന്നു, ഇനിയും ജീവിക്കേണ്ടത് മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ നിങ്ങൾ ജീവിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വനായി ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈ ജഡീയ മനുഷ്യർ ഇഷ്ടപ്പെടുന്ന അതേ നിലവാരത്തിൽ നമുക്കൊരിക്കലും പോകാൻ പറ്റുകയില്ല. നമ്മുടെ ഉള്ളിൽ രൂപാന്തരം സംഭവിച്ചു കഴിഞ്ഞു, മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു, ഒരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നു. അത് നമ്മൾ ദിനംതോറും അനുഭവിച്ചറിയുന്നു. ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നെന്ന് വേറെ ആരും വന്ന് നമ്മെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കത് തിരിച്ചറിയാം. അപ്പോൾ ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, ഒരു വ്യത്യസ്തനാണ് എന്ന് നമുക്ക് തന്നെ അറിയാം. പുറത്തുനിന്ന് ആരും നമ്മെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി പഴയ പോലെ ജീവിക്കുവാൻ പറ്റുകയില്ലല്ലോ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്.
ഒരു കാര്യം വേണ്ട എന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീരുമാനിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് ഭക്ഷണമായാലും വസ്ത്രമായാലും ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് അറിയാം. പ്രത്യേകിച്ച് ആഹാരമാണെന്നുണ്ടെങ്കിൽ ഇന്നെനിക്ക് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ വേണ്ട, അത് കഴിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ ഇന്ന വിഷയങ്ങൾ എനിക്ക് യോജിച്ചതല്ല, എനിക്ക് പറ്റിയതല്ല എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ദൈവം തന്നിരിക്കുക. നമുക്ക് വേണ്ടി ദൈവം തീരുമാനിക്കുകയല്ല, തീരുമാനിക്കാതിരിക്കുന്ന ആ കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും വേണ്ട എന്നൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ നാം പരാജയപ്പെട്ടു പോകും. അപ്പോൾ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നിങ്ങൾ ഈ മോഹങ്ങളെ ഒഴിഞ്ഞിരിപ്പീൻ എന്ന് പത്രോസ് സഭയോട് ഓർപ്പിക്കുക. 3-ാം ഭാഗത്തിൽ കടന്നു വരുമ്പോൾ വളരെ ആഴമേറിയ വിഷയങ്ങളോട്ട് കടക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ? കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഇപ്പോൾ ഇവരുടെ ഒരു പശ്ചാത്തലങ്ങളിലോട്ട് കടന്നു പോവുകയാണ്. ഇവർ അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലങ്ങൾ, അവർ മുമ്പുണ്ടായിരുന്ന പശ്ചാത്തലങ്ങളെപ്പറ്റി ഇറങ്ങിപ്പോവുകയാണ്. ഈ വാക്യം നാം സൂക്ഷ്മമായി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി അടിനാടിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്, ചിലർ ഒരു കാലത്ത് ജാതീയ ലോകത്തിലെ സകലവിധ അധാർമികതയും മ്ലേച്ഛതയും ആസ്വദിച്ചവരായിരുന്നു. ഈ പറയുന്ന വിശ്വാസ സമൂഹം ഒരു കാലത്ത് ഈ പറയുന്ന പലതിനെയും താലോലിച്ചവരായിരുന്നു, ഇഷ്ടപ്പെട്ടവരായിരുന്നു. അതിൽ നിന്നാണ് ഒരു പുതിയ ജീവനിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ പത്രോസ് 6 വിധങ്ങളായിരിക്കുന്ന അത് പാപത്തിൻ്റെ പ്രവൃത്തികളെ പറയുകയാണ്. അപ്പോൾ ഒരു പക്ഷെങ്കിൽ പത്രോസിൻ്റെ വായനക്കാരിൽ പലരും ഇങ്ങനെയുള്ള ജീവിത നിലവാരത്തിൽ ജീവിച്ചവരായിരുന്നു. അതിൽ നിന്നാണ് സത്യവിശ്വാസത്തിലോട്ട് അവർ പ്രവേശിക്കുന്നത്. ഇപ്പോൾ പത്രോസ് അവരെ ഓർപ്പിക്കുക, നിങ്ങളിപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്, പഴയ മനുഷ്യനല്ല. ഒരു വലിയ മാറ്റം, സമൂലമായിരിക്കുന്ന മാറ്റം സംഭവിച്ചു, ഒരു പുതിയ സൃഷ്ടിയായി തോന്നിയിരിക്കുകയാണ്. അപ്പോൾ പഴയ ജീവിത ശൈലികളെ, എന്തിനെയൊക്കെയാണ് നാം ഇഷ്ടപ്പെട്ടിരുന്നത്, അതിനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. നിങ്ങളുടെ മുമ്പിലുള്ള ദിവസങ്ങൾ അത് ദൈവഭക്തിയിൽ തികഞ്ഞവരായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ 6 വ്യത്യസ്തമായിരിക്കുന്ന പാപപ്രവൃത്തികളെപ്പറ്റി ഇവിടെ ഓർപ്പിക്കുകയാണ്. ഈ 6 വിഷയങ്ങളെയും നാം അതിൻ്റെ ആഴമായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന പാപപ്രവൃത്തികളെല്ലാം തന്നെ ചില മതാചാരത്തിൻ്റെ ഭാഗമായി കിടക്കുന്ന വിഷയമാണ്. ഇന്ന് ലോകത്തിലുള്ള പല പ്രാക്ടീസും അധാർമികതയും പലതും മതങ്ങളെ ചുറ്റിപ്പറ്റി കിടക്കുകയാണ്, അതിനോട് ചേർന്ന് കിടക്കുകയാണ്. പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ അടിക്കുന്ന പല പ്രാക്ടീസും അവരുടെ മതത്തോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി യാത്രയിൽ അർത്തമീസ് ദേവിയുടെ ആ സ്ഥലങ്ങളും എഫെസോസിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ വെച്ച് കാണുന്നുണ്ട്. അവിടെ നടക്കുന്ന പ്രാക്ടീസസ്, മ്ലേച്ഛതകളൊക്കെ പൗലോസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു പശ്ചാത്തലം. ഇങ്ങനെയുള്ള പല പാപപ്രവൃത്തികളും അധാർമികതയും പ്രാക്ടീസും എല്ലാം തന്നെ മതത്തോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ആണ് ഈ പല വിശ്വാസികളിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ ഇത്തരം പ്രവണതകൾ പലതും മതത്തിൻ്റെ മറവിൽ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കുറ്റബോധമില്ല. കാരണം മതത്തിൻ്റെ പേരിലാണ് ചെയ്യുന്നത്. ഒരു ദൈവത്തിൻ്റെ പേര് ചെയ്യുന്നതുകൊണ്ട് അവർ കുറ്റബോധം ഉണ്ടാകുന്നില്ല. കാരണം ഞങ്ങളുടെ മതം അങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട്, മതം ഞങ്ങളുടെ പുറയിലുള്ളതുകൊണ്ട് അവർക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല. എന്നാൽ വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? വിശ്വാസികൾ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, അവർ കുഴിച്ചിടപ്പെട്ടു, അവർ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഒരു വ്യക്തിയോട് നാം ചേരുകയാണ്.
ഒരു വ്യക്തിയോട് നാം ചേരുക. ആ ചേരുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് ക്രൂശീകരണത്തോടും അവനെ കുഴിച്ചിടുന്നു, അവനെ ഉയർക്കുന്നു, ഇതിനോടൊക്കെ നാം ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ പ്രാക്ടീസിലോട്ട് നിങ്ങൾക്ക് മടങ്ങിപ്പോകാനായിട്ട് അവകാശം ഇല്ല. ധർമ്മവിരുദ്ധമായിട്ടുള്ള അധാർമികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവേശിക്കുവാൻ നമുക്ക് പാടില്ല എന്ന് ഓർപ്പിക്കുക. ഇതേ പത്രോസ് തന്നെ 2 പത്രോസ് 2-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, ഛർദ്ദിച്ചായിരിക്കുന്ന പട്ടി അത് നായ തിരിച്ച് അതിൻ്റെ ഛർദ്ദിലോട്ട് പോകുന്നു, കുളിപ്പിച്ച് കയറിയായിരിക്കുന്ന പന്നി വീണ്ടും ചെളിയിലോട്ട് പോകുന്നു. അതെങ്ങനെ സാധിക്കുമെന്ന് പത്രോസോട് ഓർപ്പിക്കുക. ഒരു നായ ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഛർദ്ദിച്ചിലോട്ട് പോകുന്നു. പന്നിയെ കുളിപ്പിച്ച് കയറ്റി വീണ്ടും അത് ഇഷ്ടപ്പെടുന്ന എന്താണ്? പഴയതിലോട്ട്. അങ്ങനെ എങ്ങനെ പോകാനായിട്ട് സാധിക്കും? വിശ്വാസികൾ ഇതിനോടൊക്കെ യാത്ര പറഞ്ഞവരാണ്, ഉപേക്ഷിച്ചവയാണ്, വേണ്ടാന്ന് വെച്ചതാണ്, വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തവരാണ്. ഒരു കാലത്തും അങ്ങനെ സംഭവിച്ചുകൂടാ എന്നോട് ഓർപ്പിക്കുക. 4-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കും. ഇപ്പോൾ വിശ്വാസികൾ അവർ ദുഷിയും പഴിയുമൊക്കെ ഏൽക്കേണ്ടി വരുന്നു. അതിൻ്റെ കാരണം പത്രോസ് പറയുന്നത് ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ, അവിടെ ആ ട്രാൻസ്ലേഷൻ പറയുന്നത് അവരുടെ ദുർനടപ്പിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് കൊണ്ട് എന്താ പറയുന്നത്? ഇത് അപൂർവം എന്ന് വെച്ച് അവർ നിങ്ങളെ വിസ്മയിക്കുകയും നിങ്ങൾ ദുഷിക്കുകയും ചെയ്തു. അപ്പോൾ അവരോട് ചേർന്ന് സഹകരിച്ച് അവർക്കൊപ്പം നടക്കാതിരിക്കുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും? നമ്മളെ വിമർശിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പത്രോസിൻ്റെ വായനക്കാരായിരിക്കുന്ന വിശ്വാസികൾ ഉപദ്രവിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. എന്താണ് അതിൻ്റെ കാരണം? വിശ്വാസികൾ അവർ ആചരിച്ചു വന്നിരുന്ന അധാർമിക പ്രവർത്തനങ്ങളോട് അവരോടൊപ്പം ചേർന്ന് സഹകരിക്കുന്നില്ല, അവരോടൊപ്പം കമ്പനി കൂടുന്നില്ല, പങ്കാളികളാകുന്നില്ല എന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നു? വിശ്വാസികളെ ദുഷിക്കുന്നു. അപ്പോൾ ശാരീരികമായ ഉപദ്രവം മാത്രമല്ല, മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങളും അവർ സഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വിശ്വാസികൾ പണ്ടത്തെ പോലെ അവർക്കൊപ്പം അവരുടെ മതചടങ്ങുകളിൽ പങ്കെടുത്ത് അവർക്കൊപ്പം അവർ ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ലല്ലോ, ഞങ്ങളോടൊപ്പം നിങ്ങൾ വരുന്നില്ല എന്നതിൻ്റെ പേരിൽ ഉപദ്രവവും പരിഹാസവും ദുഷി, നിന്ന, കളിയാക്കുക, ഒറ്റപ്പെടുത്തുക ഇത്യാദി അനുഭവങ്ങൾ കൂടി വിശ്വാസികൾ കടന്നുപോകും. അപ്പോൾ അവർ കമ്പനിയിൽ നിന്നും മാറി, അവരുള്ള കൂട്ടുകെട്ടിൽ നിന്നും മാറിയതിൻ്റെ പേരിലായിരിക്കുന്ന നിന്നയും പരിഹാസം. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി സുവിശേഷം കേട്ട് അതനുസരിച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ ദിനം കഴിയും തോറും ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ മനുഷ്യൻ നമ്മളിൽ മരിക്കുന്നു, പഴയതെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന പഴയ മനുഷ്യൻ നാം മരിച്ചു പോകുന്നു, ഒരു പുതിയ മനുഷ്യനായി നാം തീരുക. പത്രോസിൻ്റെ അടുത്ത് നാം കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചത് പഴയ മനുഷ്യൻ ഒഴുകിപ്പോവുകയും അപ്പോൾ തന്നെ പുതിയ മനുഷ്യൻ ക്രിസ്തുവിൽ സ്ഥിരമായി അത് ഇരിക്കുകയും ചെയ്യും. നാം ദൈവമക്കളായി തീരുമ്പോൾ എന്താണ് സംഭവിക്കുക? ക്രിസ്തുവിൻ്റെ ആ സ്വഭാവം നമ്മളിലോട്ട് കടന്നു വരും. ക്രിസ്തുവിൻ്റെ ആ റൈറ്റ്യസ്നെസ്, അവൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരും. അപ്പോൾ ഒന്നിനെ നാം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ സ്വന്തമായിട്ട് മനഃപൂർവ്വമായിട്ട് ചില ജീവിത നിലവാരങ്ങളെ ഉപേക്ഷിക്കുവാൻ, പ്രാക്ടീസിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ, അത് ക്രിസ്തുവിൽ നാം ആയിത്തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം കൂടി നമ്മളോട്ട് കടന്നു വരും. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ കടന്നു വരുമ്പോൾ
പിന്നെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. ഇത് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളല്ല, വളരെ സ്ലോ ആയിട്ട് സ്റ്റഡിയായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുകയും നാം എല്ലാവരും കൂടെ ആയിരിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾക്കാണ് ജീവിതത്തിൽ സംഭവിച്ചത്. പൂർവ്വകാല അനുഭവങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്ക്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളായിരിക്കുന്ന അനുഭവങ്ങളൊന്ന് ചിന്തിച്ച്, രക്ഷിക്കപ്പെട്ട ശേഷം വന്ന മാറ്റങ്ങളൊന്ന് ചിന്തിച്ച്, എത്രയോ വർഷങ്ങളെടുത്തു. ഇപ്പോൾ ഇവിടെ നാം ആയിരിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലയോ? ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് നാം വെച്ചിട്ടില്ലയോ? ഒരുപാട് സ്വഭാവ രീതിക്ക് മാറ്റം സംഭവിച്ചു. മാറ്റങ്ങൾ അത് ഗ്രാജ്വലി സ്ലോലി സ്റ്റഡി ആയിട്ടാണ് പോകുന്നത്. എന്നിട്ട് പറയുകയാണ്, അത് മാത്രമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളെ സ്ഥിരമായി വാസം ചെയ്യും. അപ്പോൾ നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലുമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വാസം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്? ദൈവാത്മാവ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് വലിയൊരു മോണിറ്ററായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുക, നമുക്ക് അവബോധം തന്നുകൊണ്ടേയിരിക്കുക. ഓരോ ഘട്ടങ്ങളിലും നമുക്ക് വേണ്ടായിരിക്കുന്ന നിർദ്ദേശം നൽകിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ദൈവവചനവും ദൈവത്തിൻ്റെ ആത്മാവും ആത്മീയ കൂട്ടായ്മയും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ആത്മീയ നിലവാരം കാത്തു സൂക്ഷിപ്പാൻ കഴിയും എന്നുള്ളത് വസ്തുതാവിഷയമായ കാര്യമാണ്. 5-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നത്, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് വായിക്കും. പഴയ ട്രാൻസ്ലേഷനിൽ ജീവികളെയും മരിച്ചവരെയും എന്നാണ്. എന്നാൽ ആ ട്രാൻസ്ലേഷനിൽ ജീവിക്കുന്നവരെയും അല്ലേ, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആര് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ്? ആരാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്? ആരാണ് വിശ്വാസികളെ ഉപദ്രവിച്ചത്? ആരാണ് വിശ്വാസികളെ പഴിച്ചത്, നിന്ദിച്ചത്? ആരുടെ ഭാഗത്തു നിന്നാണ് ഇവർക്ക് പ്രയാസം നേരിട്ടത്? അവരെയാണ് ദൈവം ന്യായം വിധിക്കുവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ജീവനുള്ളവരെയും മരിച്ചവരെയും. പത്രോസ് ഇവിടെ വ്യക്തമായിട്ടൊരു ഉറപ്പ് കൊടുക്കുക വിശ്വാസികൾക്ക്. നിങ്ങളെ ഉപദ്രവിക്കുകയും പഴിക്കുകയും ദുഷിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവരെ ദൈവം ഒരിക്കൽ ന്യായം വിധിച്ചിരിക്കും, അവരോട് ദൈവം കണക്ക് ചോദിച്ചിരിക്കുമെന്ന് പത്രോസ് വിശ്വാസികൾ പറയുക. കാരണം വിശ്വാസികൾ ഇപ്പോൾ വലിയ സമ്മർദ്ദങ്ങൾ കടന്നു പോവുകയാണ്, വലിയ ഉപദ്രവമാണ് അവർ ഏറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങളെ ഉപദ്രവിച്ചിരിക്കുന്നവരോട് ദൈവം കണക്ക് ചോദിച്ചിരിക്കും എന്ന് പറയുകയാണ്. ഇവരുടെ എല്ലാ കുറ്റകൃത്യങ്ങളും ദൈവം ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്തായിരിക്കുന്ന സകല ഉപദ്രവങ്ങൾക്കും എണ്ണി കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് പത്രോസ് ഓർപ്പിക്കുക. നമ്മുടെ ക്രൈസ്തവ സഭയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി ഭക്തന്മാർ ഒരുപാട് കഷ്ടങ്ങൾ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട്. ചരിത്രം അതാ പഠിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്നത് ദൈവം ഇവരോട് എണ്ണി ചോദിക്കുന്നതായിരിക്കുന്ന ഒരു സുദിനമുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. ആരാണ് ജീവനുള്ളവരും മരിച്ചവരും? ഇവിടെ പറയുന്ന ജീവനുള്ളവരും മരിച്ചവരും ആരാണ്? അതായത് പത്രോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് ജീവിച്ചിരുന്നവർ. എപ്പോൾ പത്രോസ് ലേഖനം എഴുതുന്നുവോ അന്ന് ജീവിച്ചിരുന്നവർ അവരെന്ത് ചെയ്തു? വിശ്വാസികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പത്രോസ് എഴുതുന്ന സമയത്ത് ജീവനോടെ ഇല്ലാത്തവർ അവരും വിശ്വാസികളെ ഉപദ്രവിച്ചു. അപ്പോൾ എഴുതുന്ന സമയത്ത് ജീവനോടെ ഉള്ളവരും ഉപദ്രവിച്ചു, എഴുതുന്ന സമയത്ത് ജീവനോടെ ഇല്ലാത്തവരും ഉപദ്രവിച്ചു, അവരും മരിച്ചു മൺമറഞ്ഞു. അപ്പോൾ ജീവനുള്ളവരെയും മരിച്ചവരെയും ഒരുപോലെ ദൈവം
ന്യായം വിധിക്കും. അഥവാ ഇപ്പോൾ നിങ്ങളെ ആരെല്ലാം ചേർന്നാണ് ഉപദ്രവിക്കുന്നത് അവരോട് ഞാൻ കണക്ക് ചോദിക്കും. പണ്ട് ജീവിച്ചിരുന്നവർ ഉപദ്രവിച്ചു കടന്നുപോയി അവരോട് ഞാൻ കണക്ക് ചോദിക്കും എന്ന് പറയാം. അപ്പോൾ ആരെയും ദൈവം വെറുതെ വിടത്തില്ല എന്ന് പത്രോസിനോട് ഓർപ്പിക്കുക. മരിച്ചവരെയും ജീവനുള്ളവരെയും ന്യായം വിധിക്കുന്നതിനായ ദൈവം. അപ്പോൾ വേറെ തിരുവെഴുത്ത് ഞാൻ പഠിക്കുമ്പോൾ ഇവർക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന ശിക്ഷാവിധിയെപ്പറ്റി പല ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവസഭയെ ഉപദ്രവിച്ചായിരിക്കുന്നവരോട് ദൈവം കണക്ക് ചോദിക്കും എന്നുള്ളത് അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 3:19 വായിക്കുന്ന പ്രകാരമാണ്, അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസേനയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ എന്ന് പറയും. 2 തെസ്സലോനിക്കർ 1:6-9 വരെയുള്ള ഭാഗത്ത് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായ സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലയെ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ എന്ന് പൗലോസ് പറയും. അപ്പോൾ പീഡിപ്പിച്ചവർക്ക് പീഡയും പീഡ അനുഭവിച്ചവർക്ക് ആശ്വാസവും ലഭിക്കേണ്ടത് ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയാണ് ദൈവജനത്തെ ഉപദ്രവിച്ചവരോട് കണക്ക് ചോദിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. അതുണ്ടാകും എന്ന് പൗലോസ് പറയുന്നു. യാക്കോബ് പറയുന്ന പ്രകാരമാണ് 2:13 വായിക്കുന്നു, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. ദൈവജനത്തോട് കരുണ കാണിക്കാത്തവർക്ക് എന്താ സംഭവിക്കുന്നത്? കരുണയില്ലാത്ത ന്യായവിധി. അപ്പോൾ ദൈവത്തെ ശിക്ഷാവിധി എത്രമാത്രമായിരിക്കും എന്ന് ഓർത്ത് നോക്കുകയും വെളിപ്പാട് പുസ്തകം 20:15 മുതൽ 15 ഭാഗത്ത് നാം വായിക്കുന്ന പ്രകാരമാണ്, മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്കുള്ള ന്യായവിധി ഉണ്ടായി. സമുദ്രം തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് അടുത്ത വിധിയുണ്ടായി. ഓരോരുത്തർക്ക് അവനവൻ്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് വിധിയുണ്ടായി. അത് ഏത് തലങ്ങളിൽ ജീവിച്ച വ്യക്തിയായാലും എത്ര വർഷങ്ങൾക്ക് മരിച്ചു പോയാലും, അത് സമുദ്രത്തിൽ അടക്കപ്പെട്ടവരായാലും മരണത്തിനും പാതാളത്തിനും ഇരയായി തീർന്നവരായാലും ഏത് കാറ്റഗറിയിൽപ്പെട്ടവരായിരുന്നാലും അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് വിധി ഉണ്ടാകും എന്ന് പറയുകയാണ്. അതേസമയത്ത് വിശ്വാസികളോട് എന്താണ് ദൈവവചനം പഠിപ്പിക്കുന്നത്? വിശ്വാസികളുടെ അവസ്ഥയെപ്പറ്റി ദൈവവചനം എന്താ പറയുന്നത്? പൗലോസ് പറയുന്നുണ്ട് റോമാലേഖനം 8:1, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കാരണം നമ്മുടെ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു കൊടുത്തു തീർത്തു. നമുക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ അതേ പൗലോസ് തന്നെ റോമാലേഖനം 14:10 2 കൊരിന്ത്യർ 5:10 ഒരുപോലെ സ്ഥാപിക്കുന്നത്, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തതാകിയ നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ പ്രത്യേകത വിശ്വാസികൾ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികൾക്ക് തക്കയോഗ്യമായ പ്രതിഫലങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഇതേ പൗലോസ് തന്നെയാണ് ആദ്യം പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. അപ്പോൾ നാം ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വന്ന് നിൽക്കുന്നത് ശിക്ഷാവിധിക്ക് വേണ്ടിയല്ല, മറിച്ച് നാം ചെയ്തായിരിക്കുന്ന പ്രവൃത്തികളുടെ പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 3:10 മുതൽ 15 ഭാഗത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, പൊന്ന്, വെള്ളി, കല്ല്, മരം, പുല്ല്, വൈക്കോൽ ഇവയെ കൊണ്ട് നിർമ്മിച്ച് നോക്കി എന്ത് പോകുന്നു? അത് കത്തിപ്പോകുന്നു. എന്നാൽ നിങ്ങളോ തീയിൽ കൂടി എന്ന പോലെ രക്ഷിക്കപ്പെടും എന്ന് പറയും. ഇതൊക്കെ പ്രവൃത്തികളാണ്. ഇതൊക്കെയും എന്തു പോവുകയാണ്? നാമോ എന്ത് ചെയ്യുന്നു? തീയിൽ കൂടി എന്ന പോലെ രക്ഷിക്കപ്പെടുന്നു എന്ന് ഓർപ്പിക്കുക. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട വസ്തുത, കൃപാസനത്തിന് മുമ്പാകെ വരാത്തവർ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വരും. കൃപാസനത്തിന് മുമ്പാകെ വന്നവർ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെയും
വെള്ളസിംഹാസനത്തിന് മുമ്പാകെയും കടന്നു വരും. നാം എല്ലാവരും ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ കൃപാസനത്തിന് മുമ്പാകെ വന്നവരാണ് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവൻ്റെ കൃപാസനത്തിന് മുമ്പാകെ വന്ന് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചു. ഈ കൃപാസനത്തിന് മുമ്പാകെ വന്നിട്ടുള്ളവരായിരിക്കും നമുക്ക് ഒരു ന്യായാസനം ഉണ്ടായിരിക്കും. എന്നാൽ നാം ആരും വെള്ളസിംഹാസനം മുമ്പാകെ വരേണ്ടത് കാര്യം ഇല്ല. വെള്ളസിംഹാസനം എന്ന് പറയുന്ന അന്ത്യന്യായവിധിയാണ്. അവിടെ നമ്മെ ന്യായം വിധിക്കുകയില്ല. എന്നാൽ പൗലോസ് പറയുന്നത് നാം ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ആണ് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എവിടെ വരുന്നു? ന്യായാസനത്തിന് മുമ്പാകെ വരുന്നു. ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും. അത് പ്രതിഫലങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വരികയാണ്. എന്നാൽ നമുക്ക് വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വരേണ്ട ആവശ്യം ഇല്ല. എന്നാൽ ഒരു മനുഷ്യൻ കൃപാസനത്തിന് മുമ്പാകെ വന്നിട്ടില്ല എങ്കിൽ അവൻ എവിടെ നിൽക്കേണ്ടതായിട്ട് വരും? വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും എന്നിവിടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ കടുത്ത ന്യായവിധി ഉണ്ടായി എന്ന് വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് അവിടുത്തെ ന്യായവിധി എന്ന് പറയുന്നത് തീപ്പുകയാണ്. അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകലരെയും എവിടെ തള്ളിക്കളയുന്നു? തീപ്പുകയിലേക്ക് തള്ളിക്കളയുന്നു എന്ന് വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോഴൊക്കെ ഹൈസ്കൂളിലെ സ്റ്റുഡൻസിനോട് ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ 3 വർഷം ഇവിടെ പഠിക്കുന്നു, ഒരുപാട് സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുന്നു, മത്സരിച്ച് പഠിക്കുന്നുണ്ട്, നല്ല മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഗ്രാജുവേഷൻ്റെ അന്ന് ഗ്രാജുവേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് ആരാണ് അക്കാഡമിക് എക്സലൻസ് കിട്ടിയതെന്ന് അവിടെ വെച്ചാണ് പറയുന്നത്. അതുവരെ ആർക്കും അറിഞ്ഞുകൂടാ ആരാണ് അക്കാഡമിക് ഫസ്റ്റ് എന്നുള്ളത് അവിടെ വെച്ചാണ് പറയുന്നത്. അതുവരെ അത്ര ഗൗരവം ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാം പഠിക്കുന്നു, മാർക്ക് കിട്ടുന്നു, പക്ഷെ അവിടെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും ഇന്ന ആൾ അക്കാഡമിക്കിനകത്ത് ഫസ്റ്റ് കിട്ടിയെന്ന് അവിടെ പറയുമ്പോൾ അതുവരെ ഒരുപോലെ പഠിച്ചു വന്നവരാ, നല്ലപോലെ പഠിച്ചു വന്നു. ചിലപ്പോൾ ഒരു .1 ആയിരിക്കും ഫസ്റ്റ് പ്രൈസ് മാറിപ്പോകുന്നു, പോയിൻ്റ്. അപ്പോൾ ഒപ്പത്തിനൊപ്പം പഠിച്ച് വന്നവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരേ നിലവാരത്തിൽ മാർക്ക് വാങ്ങിച്ച് വന്നവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? അല്പം കൂടെ പഠിച്ചിരുന്നെങ്കിൽ എനിക്കിത് കിട്ടുമായിരുന്നു എന്നുള്ള ചിന്ത. അല്പസമയത്തേക്കുള്ളായിരിക്കുന്ന ഒരു പ്രയാസം, അല്പസമയത്തേക്കുള്ളത്. പക്ഷേ അപ്പോഴുണ്ടാകുന്നതായിരിക്കുന്ന ഒരു പ്രയാസം, ഹാർഡ് വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു അവസ്ഥ. ഇതേപോലെ തന്നെയാണ് നാം ശരീരത്തിൽ ജീവനോടെ ഭൂമിയിൽ പാർത്തിരിക്കുമ്പോൾ നാം കർത്താവിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നതിനൊക്കെ പ്രതിഫലങ്ങൾ വാങ്ങിക്കുന്ന ഒരു സമയമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയും. അവിടെ ന്യായവിധിയില്ല, മറിച്ച് നമുക്ക് കമൻഡേഷൻ മാത്രമാണ്. കണ്ടംനേഷൻ ഇല്ല, ശിക്ഷാവിധിയില്ല, മറിച്ച് അംഗീകാരം മാത്രമാണ് അവിടെ ലഭിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് 6-ാം വാക്യത്തിൽ, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്, അവർ ജഡസംബന്ധമായി മരിച്ചവരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ഈ കാരണം കൊണ്ടല്ലയോ ആരോട് പ്രസംഗിച്ചത്? മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. എന്ത് കാരണം കൊണ്ടാണ്? ഈ സമൂഹത്തിന് ഒരു വലിയ ന്യായവിധി സംഭവിക്കാൻ പോകുന്നു. അവർ ദൈവത്തെ പീഡിപ്പിച്ചതിൻ്റെ, ഉപദ്രവിച്ചതിൻ്റെ ഒക്കെ ശിക്ഷാവിധി എണ്ണി ദൈവം ചോദിക്കും. അതുകൊണ്ടല്ലയോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് എന്ന് പറയുക. ഇതല്പം അത് ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന വാക്യമാണ്. ഫോർ ദിസ് റീസൺ, ഈ കാരണത്താലല്ലയോ. അതായത് ഏത് കാരണത്താലാണ്? വിശ്വാസികളെ ദൂഷിക്കുകയും പഴിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത കാരണത്താലല്ലയോ അവരോടും സുവിശേഷം പ്രസംഗിച്ചത് എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ അടുത്ത് ചെന്നിട്ട് സുവിശേഷം പ്രസംഗിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. വായിക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോവും. അതല്ല,
ഇവിടുത്തെ അർത്ഥം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കേണ്ട വിഷയം, ഇബ്രാഹിം ലേഖന എഴുത്തുകാരൻ 9:27 വളരെ വ്യക്തമായിട്ട് ഒരു മനുഷ്യൻ്റെ മരണത്തിന് ശേഷമുള്ള അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. 9:27 നമുക്ക് വായിക്കാം. വളരെ നമുക്ക് പരിചയമുള്ളായിരിക്കേണ്ട വാക്യമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ മതി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കും. അപ്പോൾ ഇവിടെ മരിച്ചവരോട് പോയി പ്രസംഗിച്ചെന്ന് പറയുമ്പോൾ മരിച്ച ശേഷം അവരുടെ ചെന്ന് പ്രസംഗിച്ചു എന്നല്ല. ദൈവവചനത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവുകയില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെന്താ ന്യായവിധി, ഇടയ്ക്ക് പിന്നെ യാതൊരു കാര്യമുള്ള ദൈവം ക്രമീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ മരിച്ചവരോട് പ്രസംഗിക്കുന്നു പറയുമ്പോൾ ഇവിടെ പറയുന്ന മരിച്ചവരാരാണ്? ഈ വാക്യം സൂക്ഷ്മമായി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് ഈ മരിച്ചവർ. ഇവർ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ജീവനോടെ ഭൂമിയിലുണ്ടായിരുന്നു. ഇവരന്ന് ഭൂമിയിലുണ്ടായിരുന്നു. ജീവനോടെ ഭൂമിയിൽ ഇരുന്നപ്പോൾ സുവിശേഷം കേട്ടു. ഇപ്പോൾ പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ അവർ മരിച്ച് മൺമറഞ്ഞു. അവരിന്ന് ഭൂമിയിലില്ല. പക്ഷെ അവർ സുവിശേഷം കേട്ടു, അവരോട് പ്രസംഗിച്ചു. അവരിന്ന് ഭൂമിയിലില്ല. അവരാരാണ്? അവർ വിശ്വാസികളായിരുന്നോ അവിശ്വാസികളായിരുന്നു? അതിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം ആ വാക്യം, 6-ാം വാക്യം. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ, ശ്രദ്ധിക്കണം, അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. അപ്പോൾ ഇവരാരാണ്? വിശ്വാസികളാണ്. ഇവർ വിശ്വാസികളാണ്. അപ്പോൾ അവർ ജീവനോടെ ഇരുന്നപ്പോൾ സുവിശേഷം കേട്ടു, അവർ മനസ്സിലാക്കി, അനുസരിച്ചു, അവർ വിശ്വാസം മരിച്ചു. എന്നിട്ട് പറയുകയാണ് ഇവർ തികച്ചും ഇവർ വിശ്വാസികളായിരുന്നു. ഇവർ സുവിശേഷം അനുസരിച്ചപ്പോൾ ഉണ്ടായ 2 അവസ്ഥയെപ്പറ്റിയാണ് അടുത്ത ഭാഗത്ത് പത്രോസ് പറയുന്നത്. അതായത് ഈ സമൂഹം സുവിശേഷം കേട്ട് അനുസരിച്ചപ്പോൾ ഉണ്ടായ 2 അവസ്ഥയെപ്പറ്റി പറയുന്നു. ഒന്ന്, ജഡസംബന്ധമായ മനുഷ്യനെ പോലെ വിധിക്കപ്പെട്ടു. ഈ സുവിശേഷം കേട്ടവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടു. എന്തുവച്ചാൽ അവിശ്വാസികൾ അവരെ പരിഹസിച്ചു, അവരെ നിന്ദിച്ചു, അവരെ എതിർത്തു, അവരെ ഉപദ്രവിച്ചു. എല്ലാ വിധത്തിലും അവിശ്വാസികൾ ഇവരെ ഉപദ്രവിച്ചു. പലരും രക്തസാക്ഷികളായി തീരേണ്ട സാഹചര്യങ്ങളുണ്ടായി. ഇതൊക്കെയായിരുന്നു ഈ വിശ്വാസ സമൂഹത്തിന് മനുഷ്യരുടെ ഇടയിൽ നിന്നുണ്ടായ ന്യായവിധി എന്ന് പറയുന്നത്. അതാണ് ജഡസംബന്ധമായി ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടു. അപ്പോൾ വിശ്വാസികൾ ജഡസംബന്ധമായ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അന്ന് സുവിശേഷം കേട്ട് അനുസരിച്ചവരെ ഈ സമൂഹം ന്യായം വിധിച്ചു. ന്യായം വിധിച്ചെന്ന് പറയുമ്പോൾ ശിക്ഷിച്ചു, അവരെ കൊന്നുകളഞ്ഞു. അതൊരു ന്യായവിധിയായിരുന്നു. അടുത്ത് പറയുമ്പോൾ ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുന്നു. ഇനി അവരുടെ ആത്മീയ അവസ്ഥയെപ്പറ്റി പത്രോസ് പറയുന്നത് ആത്മാവ് സംബന്ധമായി അവരുടെ അവരുടെ ആത്മീയ അവസ്ഥയെപ്പറ്റി പറയാണ്. അവരുടെ ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം അവർ ജീവിക്കുന്നു. അപ്പോൾ അന്ന് പ്രസംഗം കേട്ട് അനുസരിച്ചവർ ഇന്നില്ല. പക്ഷേ ആത്മീയമായ അവരെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർ അവസ്ഥയിലായിരിക്കും? ദൈവത്തിനൊത്തവണ്ണം ജീവിക്കും. എന്ന് വെച്ചാൽ അവർ ദൈവസന്നിധിയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അവർ മരിച്ചു, മൺമറഞ്ഞു. പക്ഷേ അവരുടെ ആത്മാക്കൾ അവിടെ എവിടെ ആയിരിക്കുന്നു? അവരുടെ ആത്മാക്കൾ ദൈവസേനയിൽ ആയിരിക്കുന്നു. വലിയ ഉപദ്രവങ്ങൾ സഹിച്ചാണ് അവരിവിടുന്ന് പോയത്. ഒരുപാട് ആൾക്കാരും രക്തസാക്ഷികളായി മരിച്ചു. വിശ്വാസം തീവ്രമായ കഠിന പരിശോധനയ്ക്കൂടി കടന്നുപോയി. അവർ മരിച്ചു. പക്ഷേ ആത്മാക്കൾ ദൈവസേനയിൽ ഇപ്പോൾ വിശ്രമിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ അന്ത്യമായി ന്യായം വിധിക്കുന്നത് ദൈവമാണ്. അവർ കൊല്ലപ്പെട്ടെങ്കിലും, അവർ ഉപദ്രവം സഹിച്ചെങ്കിലും
അവരിപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കും. ലാസറിൻ്റെയും ധനവാന്റെയും കഥ നാം പഠിച്ചു വരുമ്പോൾ ലാസറിനെ പറ്റി വായിക്കുന്നത് അവനിവിടെ എന്ത് ചെയ്യുന്നു? വിശ്രമിക്കും, ആശ്വസിക്കുന്നു എന്ന് പറയുക. അവനിവിടെ ആശ്വസിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത അവസ്ഥ എന്ന് പറയുന്നത് നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. അവിടെ അവർ ആശ്വസിക്കുന്നു. ഇവിടെയും പത്രോസ് പറയുന്നതാണ്, അവർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുന്നു. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ഉണ്ടായത്. സ്തെഫാനോസ് മരിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ആണ് സ്തെഫാനോസ് കണ്ടത്, നിൽക്കുന്നതും കണ്ടു. അപ്പോൾ സ്തെഫാനോസ് മരിക്കുമ്പോൾ ശരീരത്തിന് ആത്മാവ് വേർപെട്ട് പോകുമ്പോൾ അത് അവൻ കാണുന്ന കാഴ്ച, വ്യക്തമായി പറഞ്ഞാൽ അവൻ കാണുന്ന കാഴ്ച പുത്രനായ ക്രിസ്തു പിതാവാം ദൈവത്തെ വലതുഭാഗത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഈ സ്തെഫാനോസിനെ സ്വീകരിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു ഭക്തൻ ഭൂമിയിൽ പാർത്ത് ഈ ഭൂമിയിൽ നിന്ന് വാസം തീർന്ന് ആത്മാവ് ശരീരത്തിൽ വേർപെട്ട് കഴിയുമ്പോൾ നമ്മെ സ്വീകരിക്കുവാനായിട്ട് ദൈവത്തിനോട് നിൽക്കുക. നാം പോകുന്നത് എങ്ങനെയാണ്? ദൂതന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് പോകുന്നത്. ദൂതന്മാർ അവനെ കൊണ്ടുപോയി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നാം വെറുതെ അങ്ങ് പോകുമല്ല. എപ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നോ നമ്മെ സ്വർഗീയ ദൂതന്മാർ ഏറ്റുവാങ്ങിക്കൊണ്ട് കോൺവോയ് അടിസ്ഥാനത്തിൽ അകമ്പടിയോടുകൂടിയാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിക്കുന്നത് പുത്രനായ ദൈവം നമ്മെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പത്രോസ് പറഞ്ഞതാണ്, ആത്മാവ് സംബന്ധമായി ദൈവത്തിന് ഒത്തവണ്ണം ജീവിക്കുന്നു, അഥവാ അവർ ദൈവസ്ഥനിലേക്ക് ചെന്നെത്തുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, ചിലർ അംഗീകരിക്കുന്നു, ചിലർ രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവർ നിത്യത മുഴുവൻ അവർ ദൈവത്തോടൊപ്പം ആയിരിക്കും, നിത്യസ്വർഗം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന വിഷയം. അപ്പോൾ തന്നെ സുവിശേഷം പ്രസംഗിച്ചാൽ ചിലർ എന്ത് ചെയ്യുന്നു? തിരസ്കരിക്കുന്നു. അവരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവർ പാപത്തിൽ മരിച്ചവരായി നിത്യത മുഴുവനും നിത്യമായ നരകത്തിൽ പറക്കേണ്ടതായിട്ടും വരും. രണ്ട് സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ ഭാവത്ത് പത്രോസ് ഊന്നി പറയുന്നത്. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, വിശ്വാസികളെ അവിശ്വാസികൾ ന്യായം വിധിക്കുന്നു. വിശ്വാസികളെ അവിശ്വാസികൾ ന്യായം വിധിക്കുന്നു. ആ ന്യായം വിധിക്കുക എന്ന് പറയുമ്പോൾ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും പീഡനങ്ങളുമാണ്. അതാണ് ന്യായം വിധി എന്ന് പറയുന്നത്. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ വിശ്വാസികളെ ദൈവം ന്യായം വിധിക്കുന്നു. വിശ്വാസികളെ ദൈവം ന്യായം വിധിക്കുന്നു. അതെന്ന് പറയുമ്പോൾ നമ്മെ ചേർത്ത് കൊള്ളുന്നു എന്നാണ്. ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കും. അപ്പോൾ നമ്മുടെ ആത്മാവിനെ കർത്താവ് ചേർത്ത് കൊള്ളുന്നു, നമുക്ക് പ്രതിഫലങ്ങൾ നൽകി നമ്മെ ആദരിക്കുന്നു. ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ സകല പ്രവൃത്തികൾക്കും തക്ക യോഗ്യമായിട്ടുള്ള പ്രതിഫലങ്ങൾ അവിടെ വെച്ച് നമുക്ക് ലഭിക്കുന്നു. അത് അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ അത് വിലപ്പെട്ടതാണ്. നമ്മുടെ ആരോഗ്യം വിലപ്പെട്ടതാണ്. നമ്മുടെ സമ്പത്തുകൾ വിലപ്പെട്ടതാണ്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരണം എന്നുള്ളതാണ്. ഏത് നിലവാരത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരാം എന്നുള്ളത് അവരോട് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. നാം വിലയിരുത്തണം ഏതെല്ലാം നിലയിലാണ് എനിക്ക് ഒരു അനുഗ്രഹ വിഷയമായി തീരുവാൻ പറ്റുന്നതെന്ന് നാം വിലയിരുത്തി നമ്മുടെ ഉദ്ദേശം, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ, ആ ശുശ്രൂഷ നാം വിശ്വസ്തരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അന്ന് കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ചില ആൾക്കാർ ലജ്ജിതരായിത്തീരും, ചിലർ സന്തോഷം കൊണ്ട് നിറയപ്പെടും. പ്രിയപ്പെട്ടവരെ, ലജ്ജിതരായിത്തീരാതെ അവിടെ നമുക്ക് നല്ല അംഗീകാരം കിട്ടുവാൻ, നല്ലൊരു സ്വീകാര്യം കിട്ടുവാൻ
കർത്താവ് നമ്മെ ഇതിൽ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ക്ലാസ്സിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.